നമസ്കാരം, പ്രവാസിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി 1.20 കോടി രൂപ ധനസഹായം കൈമാറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. മരിച്ചവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് നോർക്ക തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തുക കൈമാറിയത്. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം കൈമാറും. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ചദാനന്ദൻ, നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരിക്ക് തുക കൈമാറി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച എല്ലാ ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്കും MA യൂസഫ് അലി ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മരിച്ചവരുടെ വിവരങ്ങൾ നോർക്ക ലഭ്യമാകുന്നതിനനുസരിച്ച് ബാക്കിയുള്ള തുകയും നോർക്കയ്ക്ക് ഉടൻ കൈമാറും. കഴിഞ്ഞ മാസം 12-ന് പുലർച്ചെയാണ് തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ 6 നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ഇന്ത്യക്കാരടക്കം 49 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. ഇതിൽ 23 പേർ മലയാളികളാണ്. മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാരും കുവൈറ്റ് ഭരണകൂടവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്നാണ് കുവൈറ്റ് സ്ഥിരീകരിച്ചത്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് ആദ്യം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കിയത്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിലെത്തിയത്. വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയതായി ഫർഫൂസ് കണൽ സയ്യിദ് അൽ മൗസവി പറഞ്ഞു. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി. ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു. 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവ സമയത്ത് 176 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല. ഗോവണിപ്പടി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തീപിടുത്തത്തിൽ ഭൂരിഭാഗം ആളുകളും മരിച്ചത് പുക ശ്വസിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു. 31 പേരാണ് പുക ശ്വസിച്ച് മരിച്ചത്. 14 പേർക്ക് പൊള്ളലേറ്റു. അതിനെ മംഗഫ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരെ KMCC സംസ്ഥാന കമ്മിറ്റി സർവകക്ഷി അനുശോചിച്ചു. കുവൈറ്റിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമാണിത്. വിദേശ പൗരന്മാർ മാത്രം താമസിക്കുന്ന പ്രദേശത്താണ് അപകടം നടന്നതെങ്കിലും സ്വന്തം പൗരന്മാരോട് കാണിക്കുന്ന കരുതലാണ് കുവൈറ്റ് സർക്കാരിൽ നിന്നുമുണ്ടായത്. ഇത് മാതൃകാപരമായ നടപടിയാണ് എന്ന് പറയുന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാദിന്റെയും കുവൈറ്റ് ഭരണകൂടത്തിന്റെയും അവസരോചിത ഇടപെടൽ ശ്ലാഘനീയമാണ്. കേരള കേന്ദ്ര സർക്കാരുകളുടെയും മുസ്ലിം ലീഗ് പാർട്ടികളുടെയും ഇടപെടലുകൾക്ക് നന്ദി അറിയിക്കുന്നതായും അവർ പറഞ്ഞു.